ഹായ് ഹലോ വെൽക്കം ടു IAS ഫാക്ടേഴ്സ് റിവിഷൻ സീരീസ്. നമ്മൾ റിവിഷൻ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി PYQ വെച്ചിട്ടാണ്. സോ എന്താ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ കുറേ റിവിഷൻ എന്ന് പറയുന്ന കുറേ സമ്മറി ഒക്കെ പഠിപ്പിക്കുന്നതിനെക്കാട്ടും വളരെ എഫക്റ്റീവാണ് UPSCയുടെ പ്രിലിംസിനെ സംബന്ധിച്ചോളം. അതൊരു സ്ട്രാറ്റജി വൈസും കൂടെ നോക്കുകയാണെങ്കിൽ PYQ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓരോ ചാപ്റ്റർ വൈസ് ഇപ്പോൾ ഇന്ത്യൻ പോളിറ്റിയുടെ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രിയാമ്പിൾ, യൂണിയൻ ടെറിട്ടറി, സിറ്റിസൺഷിപ്പ്, ഇതിനകത്ത് പ്രിയാമ്പിൾ മെയിനായിട്ടും യൂണിയൻ ടെറിട്ടറിക്കകത്തുനിന്നുള്ള കുറച്ച് യൂണിയൻ ആൻഡ് ടെറിട്ടറി അതിനകത്തുനിന്നും കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസും നമ്മുടെ ഫസ്റ്റ് സെഷനാണ്. സോ ഒരു ഫസ്റ്റ് സെഷൻ എന്ന രീതിയിൽ എങ്ങനെയാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UPSCയുടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സെഷൻസ് മുഴുവൻ 1.5x സ്പീഡിൽ കാണാവുന്നതാണ്, ടൈം സേവ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ മെയിൻ തമ്പ് റൂൾസ് എന്ന് പറയുന്നത് UPSC ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അതേപോലെ റിപ്പീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ UPSC തന്നെ നടത്തുന്ന മറ്റൊരുപാട് പരീക്ഷകളുണ്ട്. ഇപ്പോൾ UPSCയുടെ തന്നെ CDS ആണെങ്കിലും CAPF ആണെങ്കിലും NDA ആണെങ്കിലും എല്ലാത്തിലും ജനറൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ജനറൽ നോളജ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ഓൾമോസ്റ്റ് നമ്മുടെ സിവിൽ സർവീസിൻ്റെ IASന്റെ പ്രിലിംസിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസും പല ഏരിയാസും റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ അതേപോലെ റിപ്പീറ്റ് ചെയ്യണമെന്ന് ചാൻസ് ഇല്ല, കുറവാണ്. പക്ഷേ കോൺസെപ്റ്റ്സ് PYQസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നതും അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തിരിച്ചും മറിച്ചും UPSC ചോദിക്കാറുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ട്രെൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ വിത്ത് മീ അർജുൻ ആർ ശങ്കർ. നമുക്ക് ഇന്നത്തെ ഒരു മോഡ് ഇങ്ങനെയായിരിക്കും. നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ഞാനൊരു 3 ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ആ കോൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ നമ്മൾ PYQ സോൾവ് ചെയ്ത് പോകും. സോ അതാണ് അതിൻ്റെ ആദ്യത്തെ ഫിൽട്ടർ ചെയ്ത് നമുക്ക് എടുക്കാമെന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഫിൽട്ടർ ഫസ്റ്റ്. ലെറ്റ്സ് ഗോ ഇൻ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് PYQ തന്നെയാണ്. അതിൻ്റെ വേറൊരു കോൺസെപ്റ്റ് വൈസ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ ദാറ്റ് ആ കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം. ഇപ്പോൾ ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദമൻ ആൻഡ് ദിയു മെർജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാദ്ര നാഗർ ഹവേലി, ദമൻ ആൻഡ് ദിയു മെർജ് ചെയ്തുവെങ്കിൽ എന്ത് കോണ്ടെക്സ്റ്റിലാണ്? ഇതൊരു ലിംഗ്വിസ്റ്റിക് ഐഡൻറ്റിറ്റിയുടെ ബേസിസിലാണോ എന്നൊരു ചോദ്യമുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് മെർജർ ഗവർണൻസ് സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ഡയറക്റ്റീവ് ഉണ്ടായിരുന്ന യൂണിയൻ ടെറിട്ടറി റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ, ഒരു റെഫറൻഡം ഉണ്ടോ? ഇങ്ങനത്തെ റെഫറൻഡം ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്നും എന്താണ് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദമൻ ആൻഡ് ദിയു മേർജ് ചെയ്യാനുണ്ടായ കാരണം എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ആൻസർ ഇസ് B. അഡ്മിനിസ്ട്രേറ്റീവ് മെർജറാണ്, ഒരു ഗവർണൻസിന് വേണ്ടിയാണ് അത് മെയിനായിട്ട് ചെയ്തു വന്നത്. അപ്പോൾ ദാദ്ര നാഗർ ഹവേലി മേർജ് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത്, മേർജർ ഓഫ് ദാദ്ര നാഗർ ഹവേലി എന്ത് മെക്കാനിസം ത്രൂ ആണ് പ്രാവർത്തികമാക്കിയതെന്ന് ചോദിച്ചാൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നോ? അങ്ങനെ അമെൻമെൻറ്റ് കൊണ്ടുവരാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു പാർലമെന്ററി ലെജിസ്ലേഷൻ ആയിരുന്നു യൂണിയൻ റീഓർഗനൈസേഷന് വേണ്ടി, ഒരു എക്സിക്യൂട്ടീവ് ഡിസിഷൻ ടേക്കൺ ബൈ ദ യൂണിയൻ ക്യാബിനറ്റ് ആണ്, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ റെസൊല്യൂഷൻ പാസ് ബൈ ലോക്കൽ ബോഡീസ് ഓഫ് ദ ടെറിട്ടറീസ്. അപ്പോൾ ഇതൊന്ന് വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് മനസ്സിലാവും ഇതൊരു പാർലമെന്ററി ലെജിസ്ലേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റ്സ് ഹാവ് എൻ ക്ലിയർ കട്ട് ഐഡിയ. ഇതൊരു പാർലമെന്ററി ലെജിസ്ലേഷൻ തന്നെയാണ് ദാദ്ര നാഗർ ഹവേലി മെക്കാനിസം കൊണ്ടുവന്നത്. ഇനി ആഫ്റ്റർ ദ ഹെഡ് ക്വാർട്ടേഴ്സ്, മേർജിങ്ങിന് ശേഷം ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ വന്നു? വേണമെങ്കിൽ ഒരു കോൺസെപ്റ്റൽ ക്വസ്റ്റൻ ആണ്. അത് ദിയുവിൽ തന്നെയാണ്, അല്ലെങ്കിൽ സിൽവാസയിലാണ്, ക്യാപിറ്റൽ ഓഫ് ദാദ്ര നാഗർ ഹവേലിയാണ് മേർജറിൽ, അല്ലെങ്കിൽ ദമാനി തന്നെയാണ്, മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അവിടെ തന്നെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡൽഹിയിൽ തന്നെയാണ്. സോ ഇതിനകത്ത് നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ദിയുവിലാണോ സിൽവാസയിലാണോ അതോ ദമനിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ കീ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പ്രവർത്തിക്കുന്നത് അവിടെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കൂടുതലും അത് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഇൻ ദാമനിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ ദാമൻ എന്ന് പറയുന്ന സ്ഥലത്ത് ദമാൻ തന്നെയാണ്, ദമൻ ആൻഡ് ദിയുവിൽ അവിടെ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ക്ലിയർ ആയി. ഇനി വാട്ട് വാസ് ദ പ്രൈമറി റാഷണൽ ബിഹൈൻഡ് മെർജിങ് ദാദ്ര ആൻഡ് ദമൻ ആൻഡ് ദിയു? എന്താണ് ദമൻ ആൻഡ് ദിയുവിനെ പ്രൈമറി റാഷണൽ എന്തായിരുന്നു? ടെറിട്ടോറിയൽ ബൗണ്ടറീസ് വിത്ത് ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റീസിന്റെ ബേസിസിലായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ ഡ്യൂപ്ലിക്കേഷൻ, ഒരേ ഗവർണൻസ് സ്ട്രക്ചർ 2 സ്ഥലത്തും ഡ്യൂപ്ലിക്കേഷൻ കൊണ്ടാണോ ചെയ്തത്, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ഓട്ടോണമിക്ക് വേണ്ടിയാണോ ചെയ്തത്, അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയാണോ ചെയ്തത്? പ്രൈമറി റാഷണൽ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി ആ ഡ്യൂപ്ലിക്കേഷൻ തന്നെയാണോ? എന്താണ് അതിൻ്റെ ഉത്തരം എന്ന് നോക്കാം. സോ ഏറ്റവും പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂപ്ലിക്കേഷൻ വേണ്ടിയാണ് നമ്മളത് പ്രധാനമായിട്ട് മേർജ് ചെയ്തത്. അപ്പോൾ ദമൻ ആൻഡ് ദിയു, ദാദ്ര നാഗർ ഹവേലിയെ കുറിച്ച് 3 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒറിജിനൽ PYQs നമുക്ക് ചെയ്ത് നോക്കാം.
UPSC തന്നെ PYQ ആയിരുന്നു. Jan 2020 അഡ്മിനിസ്ട്രേഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ബീൻ മെർജ്ഡ്. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. ദമൻ ദിയു പുതുച്ചേരി പുതുച്ചേരി ആൻഡമാൻ നിക്കോബർ ദാദ്ര നാഗർ ഹവേലി. സോ ഡി ആണെന്നുള്ളത് പ്രത്യേകിച്ച് പറയാതെ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതേ ചോദ്യത്തിന്റെ പല ആസ്പെക്റ്റുകളും, അതിന്റെ ക്യാപിറ്റൽ മാറ്റിയത്, റാഷണൽ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്, എന്ത് മെക്കാനിസമിലൂടെയാണ് അത് ചെയ്തതെന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇതൊരു PYQ ആണ്. ആൻഡ് അതേപോലെ തന്നെ ഇത് യൂണിയൻ ടെറിട്ടറീസ് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഇനി അതേപോലെ തന്നെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ. അടുത്ത ഫിൽട്ടർ നമുക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ദാറ്റ് ഈസ് റിഗാർഡിംഗ് മഹാത്മാഗാന്ധിയുടെ ഒരു പ്രധാന ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി റീഓർഗനൈസേഷൻ ഓഫ് പ്രോവിൻസസ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിസ്. മോഡേൺ ഇന്ത്യ പഠിക്കുമ്പോൾ അറിയാം, ആ കാലഘട്ടത്തിൽ തിലക്കിൻ്റെ വലിയൊരു ആശയമായിരുന്നു ലിംഗ്വിസ്റ്റിക്സ് ബേസിസിൻ്റെ പേരിൽ സ്റ്റേറ്റിനെ റീഓർഗനൈസ് ചെയ്യണമെന്ന്. ഗാന്ധിജി അതിൻ്റെ സപ്പോർട്ടർ ആയിരുന്നു ഇല്ലയോ? ഇതൊരു PYQ ആണ്. PYQൻ്റെ നമ്മൾ ഡീകൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്. യെസ്, he believed it, no he opposed it, he supported it only after the constitution. അത് സമയത്ത് ഗാന്ധി ഉണ്ടായിരുന്നു എന്ന ചോദ്യം. He had no clear or recorded position on the issue. ഗാന്ധിജിയുടെ കോൺസെപ്റ്റ് എന്തായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, he consistently supported it. ഗാന്ധി വലിയൊരു സപ്പോർട്ടർ തന്നെയായിരുന്നു. ലിംഗ്വിസ്റ്റിക് ബേസിസിൽ ഗാന്ധി സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളൊരു പോയിന്റ് ഇവിടെ മനസ്സിലാക്കാം. ഇനി അടുത്തത്, ഗാന്ധീസ് അഡ്വക്കസി ഫോർ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ വാസ് റൂട്ടഡ്. എന്ത് ബിലീഫിന്റെ ബേസിസിലാണ് ഗാന്ധിജി അത് കൊണ്ടുവന്നത്? സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ വേണമെന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ അലൈൻമെന്റ് ഓഫ് പൊളിറ്റിക്കൽ യൂണിറ്റ്സ് വിത്ത് പീപ്പിൾസ് ലാംഗ്വേജ് ടു ഡീപ്പൻ പാർട്ടിസിപ്പേറ്ററി? ഭാഷ വേണം, ഒരേ ഭാഷ, അവരുടെ ഭാഷ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് ആവുന്നു. എക്കണോമിക് റീഡിസ്ട്രിബ്യൂഷന് വേണ്ടിയാണോ, അതോ കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറി കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ചെയ്തതാണോ? ഒബ്വിയസ്ലി ഇതൊന്ന് മനസ്സിലാക്കും. ഗാന്ധിജിയുടെ ആ റൂട്ടഡിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അലൈൻമെന്റ് ഓഫ് പൊളിറ്റിക്കൽ യൂണിറ്റ്സ്, ആൾക്കാരുടെ ആ ഭാഷ ഇരിക്കുന്നതുകൊണ്ട് അത് വളരെ കൺവീനിയൻ്റ് ആണെന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഗാന്ധിജി അത് കൊണ്ടുവന്നത്. ആൻഡ് അടുത്ത സിമിലർ ക്വസ്റ്റ്യൻ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലീസ് റിലക്റ്റൻസ് അബൌട്ട് ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് അതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബാർ ഉണ്ടായിരുന്നു, 1960 വരെ ഉണ്ടായിരുന്നു. പ്രയോറിറ്റൈസേഷൻ ഓഫ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് നാഷണൽ യൂണിറ്റി. പാർട്ടീഷന് ശേഷം അങ്ങനെ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു വേർതിരി വേണ്ട എന്നുള്ള കോൺസെപ്റ്റ് ആണോ, അല്ലെങ്കിൽ ജുഡീഷ്യൽ ഒപ്പോസിഷൻ ഉണ്ടായിരുന്നു, ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് വേണ്ട എന്നുള്ളത്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊന്ന് വളരെ ക്ലീൻ ആണ്. അന്നത്തെ കാലത്ത് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് അന്ന് പെട്ടെന്ന് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളൊരു പോയിന്റ് അവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. സോ പാർട്ടീഷന് ശേഷം പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ്, നാഷണൽ യൂണിറ്റിക്ക് വേണ്ടിയാണ് റിലക്റ്റൻസ്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. ആ സമയത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി ബേസിസിലായിരുന്നു. ഇത് എന്തിൻ്റെ ലോജിക്കിൻ്റെ റിഫ്ലക്ഷൻ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിംഗ്വിസ്റ്റിക് ഹോമോജനിറ്റി കൊണ്ടുവരാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ്, ബ്രിട്ടീഷ് സമയത്തുള്ള ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഫെഡറൽ റീസ്ട്രക്ചറിങ്ങിന് വേണ്ടിയാണ്, ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറിന് വേണ്ടിയാണ്. ഏത് പോയിന്റിലാണ്, എന്താണ് ഈ ABCD റിഫ്ലക്റ്റ് ചെയ്ത ലോജിക്ക് എന്താണെന്നാണ് ചോദ്യം. ഒബ്വിയസ്ലി ആ ടെറിട്ടറീസ് എല്ലാം ബ്രിട്ടീഷ് സമയത്തുള്ള ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ABCD എന്ന് ഇട്ട് കൊടുത്തത്, മറ്റു കാര്യങ്ങളല്ല. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ് മനസ്സിലായി. ഇനി ഇതേ കോൺസെപ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന ഇത്രയും കോൺസെപ്റ്റ്സ് ആയിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കുറേ PYQസിൽ ഇതേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇനി PYQൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻ എടുത്തു കഴിഞ്ഞാൽ UPSCയുടെ ക്വസ്റ്റൻ കണ്ടോ, ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ്. ഗാന്ധിജി in 1948 are argued for the reorganization of provinces on linguistic basis. ഇത് ശരിയാണ്, നമ്മളിപ്പോൾ കണ്ടു, ഗാന്ധിജി ശരിയായിരുന്നു. The Constituent Assembly recommended to incorporate in the Constitution. Constituent Assembly ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ 1 only ആണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, നമ്മൾ ആ ഒരു 4 ക്വസ്റ്റ്യൻ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് PYQയിൽ UPSC IAS മാത്രമല്ല CDSൻ്റെയും CAPFൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ഇതേ ബേസിസിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ദി ആൻസർ ഈസ് 1 only എന്നുള്ളത് ക്ലീൻ ആയി. ഇനി അടുത്ത കുറച്ച് സിമിലർ PYQs എടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിയൻ ടെറിട്ടറീസ് ഇസ് സ്മോളസ്റ്റ് ഇൻ ജോഗ്രഫിക്കൽ ഏരിയ? ഇതും ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ചണ്ഡീഗഡ്, പുതുച്ചേരി, ദാദ്ര നാഗർ ഹവേലി, ലക്ഷദ്വീപ്. ഇത് വെച്ചിട്ട് നമുക്ക് ഏകദേശം മനസ്സിലാവും ഏറ്റവും ചെറുത് ലക്ഷദ്വീപാണ്. കാരണം ബാക്കിയുള്ളതിൻ്റെ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ചണ്ഡീഗഡ്, പുതുച്ചേരി കുറച്ചുകൂടെ ഏരിയ വൈസ് ലാർജർ അല്ലേ എന്നുള്ളൊരു കാൽക്കുലേഷനിൽ നമുക്ക് ലക്ഷദ്വീപാണ് ഏറ്റവും ചെറുത്. സോ ചണ്ഡീഗഡ് ഉണ്ടോ ഏകദേശം 104. പുതുച്ചേരി ഈസ് വെരി ബിഗ്, മച്ച് ലാർജർ. ദാദ്ര നാഗർ ഹവേലി, ദമൻ ആൻഡ് ദിയും കൂടെ കൂട്ടുമ്പോൾ ഏകദേശം 603 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്.
ലക്ഷദ്വീപ് എന്ന് പറയുന്നത് വെറുതെ ഇറ്റ്സ് വെരി സ്മോൾ, ഓൾമോസ്റ്റ് 32 to 34 ആ ഒരു റേഞ്ചിൽ വരുന്നതേ ഉള്ളൂ അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. ലോജിക്കലി നമുക്ക് എടുക്കാൻ പറ്റും. സോ ഹാവ് എൻ ഐഡിയ. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് യൂണിയൻ ടെറിട്ടറീസ് ഡു ദ പീപ്പിൾ ഓഫ് ഓങ്കെ ട്രൈബ് ലിവ്? ഈ ട്രൈബൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് UPSC ഈ ഒരു ഏരിയയിൽ നിന്ന് യൂണിയൻ ടെറിട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ഓങ്കെ എവിടെയാണ്? ദാദ്രയിലാണോ, ദമാനം ദിയുവിലാണോ, ലക്ഷദ്വീപിലാണോ, ആൻഡമാൻ നിക്കോബറിലാണോ? ഇനി അങ്ങോട്ടുള്ള കുറേ ട്രൈബൽ എല്ലാം നമുക്ക് എവിടെയായിരിക്കും? ഒബ്വിയസ്ലി ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സിലാണ് ഓങ്കെ ട്രൈബ് എന്ന് പറയുന്നത്. അപ്പോൾ ഓങ്കെ എന്ന് ഓർത്ത് വെക്കുക. കാരണം ഈ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓങ്കെ എന്ന് പറയുന്നത് PVTG ആണ്, പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഓങ്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ആൻഡമാൻ്റെ ഒരു ക്ലാരിറ്റി തലയിൽ വന്നു. ഇനി അതേപോലെ തന്നെ ഇവർ ഓങ്കെ എന്ന് പറയുന്നത് ലിറ്റിൽ ആൻഡമാൻ ഐലൻഡിലാണ് താമസിക്കുന്നത്. ഇതും PYQ ആണ്. ഓരോ സ്റ്റേറ്റ്മെൻറ്റും വേറെ ഏതെങ്കിലും വർഷങ്ങളിൽ ചോദ്യമായി വന്നിട്ടുണ്ട്. അതാണ് UPSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓങ്കെ ലിറ്റിൽ ആൻഡമാനിലാണ്, ഓർത്ത് വയ്ക്കുക. അവിടെ ഡുഗോങ് ക്രീക്ക് ഉണ്ട്, സൗത്ത് ബേ ഉണ്ട്. അപ്പോൾ ഡുഗോങ് ക്രീക്ക്, സൗത്ത് ബേ എല്ലാം ആൻഡമാൻ നിക്കോബറിലാണ്. അവിടുത്തെ ഒരു ഹണ്ടർ ഗ്യാദറർ ഗ്രൂപ്പാണ് ഓങ്കെ എന്ന് പറയുന്നത്, ലിറ്റിൽ ആൻഡമാനിലാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത PYQ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഐലൻഡ്സ് ഡസ് നെഗ്രിറ്റോ ട്രൈബ് കോൾഡ് ഓങ്കെ? അപ്പോൾ ഇതൊന്നൊരു കാര്യം മനസ്സിലായി, ഓങ്കെ എന്ന് പറയുന്നത് നെഗ്രിറ്റോ. അപ്പോൾ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സിൽ നെഗ്രിറ്റോ വിഭാഗം ആൾക്കാരുണ്ടെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് PYQ എന്ന് പഠിച്ചു. അപ്പോൾ ഓങ്കെ എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതേ ഉള്ളൂ, ലിറ്റിൽ ആൻഡമാനിലാണ് ഓങ്കെ ഉള്ളത് എന്ന് വി ജസ്റ്റ് ലേൺ റൈറ്റ് നൗ. സോ ഇറ്റ് ഈസ് ഇൻ ലിറ്റിൽ ആൻഡമാൻ. ഇനി ഇതിൻ്റെ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് കണ്ടോ, നോർത്തേൺ ആൻഡമാനിൽ ഓങ്കെ ആയിട്ട് ബന്ധപ്പെട്ടതില്ല. ലിറ്റിൽ നിക്കോബാർ, അവിടെയാണ് നിക്കോബാറീസ് ആൻഡ് ഷോംപെൻ എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്ത കുറേ PYQ UPSC ചോദിച്ചിട്ടുണ്ട് ഷോംപെൻ എവിടെയാണെന്നുള്ളത്. സോ ലിറ്റിൽ ആൻഡമാനിൽ സ്പെസിഫിക് ഓങ്കേനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഓഞ്ചി ട്രൈബ് പറയുന്നുണ്ട്, ദി ഓഞ്ചി ട്രൈബ്. ആൻഡ് ഷോംപെൻ എന്ന് പറയുന്നത് ലിറ്റിൽ നിക്കോബാറിലാണ്. അപ്പോൾ നിക്കോബാറിൽ ഷോംപെനും നെഗ്രിറ്റോ അവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഇതെല്ലാം ഒന്നിൽ നിന്ന് മറ്റ് PYQ ഉണ്ടാവുന്നത് കണ്ടോളൂ. അടുത്ത UPSCയുടെ ക്വസ്റ്റൻ ആണ്, ഏതോ വർഷം ചോദിച്ചാണ്. എവിടെയാണ് ഷോംപെൻ ട്രൈബ് കാണുന്നത്? നീൽഗിരീസിൽ എന്തായാലും അല്ല, സ്പിത്തി വാലി ഹിമാചലിലും അല്ല, ലക്ഷദ്വീപിലും അല്ല, നിക്കോബാർ ഐലൻഡ്സിലാണ് ഷോംപെൻ കാണുന്നത്. നിക്കോബാർ ഐലൻഡ്സ് അത് ലിറ്റിൽ ആൻഡമാനാണ് ഓങ്കെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ആൻഡ് അതേപോലെ തന്നെ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നീൽഗിരിയിൽ കൂടുതലും തോട, കോട്ട, കുറുമ്പ എന്നൊക്കെയാണ് നമുക്ക് ട്രൈബ്സ് കാണുന്നത്. സ്പിത്തി വാലിയിൽ കൂടുതലും ഹിമാലയൻ ഇതാണ്. ലക്ഷദ്വീപിൽ അങ്ങനെ ഇൻഡിജിനസ് ട്രൈബൽ ഗ്രൂപ്പ്സ് നോ ഇൻഡിജിനസ് ട്രൈബൽ ഗ്രൂപ്പ്സ് ലൈക്ക് ഷോംപെൻ. നിക്കോബാർ ഐലൻഡ്സിലാണ് ഷോംപെൻ ഒക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര ലക്ഷദ്വീപിൽ അങ്ങനെ ഭയങ്കര ഇൻഡിജിനസ് ട്രൈബൽ ഗ്രൂപ്പ് നമ്മൾ കാണുന്നില്ല. ആൻഡമാൻ നിക്കോബറിൽ തന്നെയാണ് കൂടുതൽ. ഇനി അടുത്ത സിമിലർ ആയിട്ട് വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇതേ ഭാഗമായിട്ട്. നിഷി ട്രൈബ് UPSC ചോദിച്ച ക്വസ്റ്റൻ ആണ്. നിഷി ട്രൈബ് എവിടെയെന്ന് ചോദിച്ചാൽ അന്തമാനിലാണോ, കേരള നീലഗിരിയിലാണോ, അരുണാചൽ പ്രദേശിലാണോ? സോ മാർക്കറ്റ് അരുണാചൽ പ്രദേശിലാണ്. നിഷി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് തന്നെയുണ്ട് അവിടെ. സോ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. നിഷി എന്ന് പറയുന്നത് അവിടെ അരുണാചൽ പ്രദേശിൽ തന്നെയാണ്. സോ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. നിഷി ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രൈബൽ ഗ്രൂപ്പ്സ് ഓഫ് അരുണാചൽ പ്രദേശ്. അവിടുത്തെ പല ഡിസ്ട്രിക്ട്സിലും സുബൻസിരി, കമെങ്, കുമെ, ദാഡി ഡിസ്ട്രിക്റ്റിൽ കാണുന്നതാണ്. അവിടെ ജും കൾട്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാരാണ്, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ചെയ്യുന്നതാണ്. നിഷി എന്ന് പറയുന്ന ഭാഷ സംസാരിക്കുന്നുണ്ട്. സിനോ ടിബറ്റൻ ഒറിജിൻ, അത് ഒരു ടിബറ്റൻ ഒറിജിൻ ആണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് തിരിച്ചൊരു ക്വസ്റ്റ്യൻ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഷോംപെൻ, ഓങ്കെ അല്ലെങ്കിൽ ഓഞ്ചെ, ഇവിടെ നിഷി എന്ന് പറയുന്ന ഒരു ട്രൈബും UPSCയിൽ ചോദിച്ചിരുന്നു. ഇനി അടുത്ത PYQ ആണ്. ട്രൈബൽ പോപ്പുലേഷൻ ഇൻ ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡ് ബിലോങ് ടു, ഇതിൽ ഏത് കാറ്റഗറിയാണ്? ഓസ്ട്രലോയിഡ് ആണോ, കൊക്കസോയിഡ് ആണോ, മോംഗ്ലോയിഡ് ആണോ, നെഗ്രോയിഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിലോങ്സ് ടു. ഇവിടെ ആൻഡമാനിൽ കുറേ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നെഗ്രോയിഡും ഉണ്ട്, മംഗ്ലോയിഡും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഡോമിനൻറ്റ് നെഗ്രോയിഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനകത്തൊരു ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കാം. നെഗ്രോയിഡ് തന്നെയാണ് ആൻഡമാനിൽ കൂടുതൽ. പക്ഷേ എൻ്റെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ആൻഡമാൻ ട്രൈബ്സിൽ ഗ്രേറ്റ് ആൻഡമാൻ ഉണ്ട്, ലിറ്റിൽ ആൻഡമാൻ ലോങ്കെ ഉണ്ട്, ജറാവ, സെന്റിനലീസ്, ഇതെല്ലാം ആൻഡമാൻ ആണ് കേട്ടോ. പ്ലീസ്, ഇതും PYQ നിന്നുള്ള പ്രധാന ലേണിംഗ് ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ വേറെ കുറേ PYQ ഇത് തന്നെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. അതും കൂടെ എല്ലാം സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മേജർ ആയിട്ടുള്ള ഓവർലാപ്പിംഗ് ഏരിയ എടുത്തത്. ആൻഡമാനീസ് ട്രൈബ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് ആൻഡമാൻ, ലിറ്റിൽ ആൻഡമാൻ ലോങ്കെ, ജറാവയുണ്ട്. ജറാവ വളരെ പോപ്പുലർ ആണ്. സെന്റിനൽ ഇതുണ്ട്. ഇവരെല്ലാം നെഗ്രിറ്റോ വിഭാഗത്തിൽ വരുന്നതാണ്. അവിടുത്തെ മേജർ ട്രൈബുകളെല്ലാം നെഗ്രിറ്റോ ആണ്. എന്നാൽ നിക്കോബർ ട്രൈബ്സ്, ഷോംപെൻ നിക്കോബറിലാണെന്ന് പറഞ്ഞു, ഇവർക്കെല്ലാം മംഗ്ലോയിഡ് ഫീച്ചേഴ്സ് ആണ്. പക്ഷേ മൊത്തത്തിൽ
മെജോറിറ്റി നോക്കുമ്പോൾ ആൻഡമാനിൽ നെഗ്രിറ്റോ ആണെന്ന് പറയാം, കാരണം മേജർ ട്രൈബുകളെല്ലാം നെഗ്രിറ്റോ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇതും പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളായ കുറേ PYQs നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. സോ അത് കിട്ടി. ഇനി ട്രൈബൽ പോപ്പുലേഷൻ്റെ നെഗ്രോയിഡ് റേസ് ആണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത വേറെ കുറച്ച് PYQസിനെ ഫിൽട്ടർ ചെയ്ത് തുടങ്ങാം. കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാം. പ്രിയാമ്പിൾ ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഓഫ് പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യ? കുറേ പ്രിയാമ്പിളിനെ സത്യം പറഞ്ഞാൽ നമ്മൾ റിവിഷനിൽ തന്നെ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ കുറേ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണോ അല്ലേ എന്നൊക്കെ ഉള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ എന്താണ് ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ്റെ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. It is a part of the constitution. It is a part of the constitution but has no legal relevance. It reflects basic structure. It is superior to all other parts of the constitution. ഇതിനകത്ത് നിന്ന് ഏതാണ് ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ? ഒബ്വിയസ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് ആൻഡ് ഇറ്റ് റിഫ്ലെക്ട്സ് ദ ബേസിക് സ്ട്രക്ചർ. അത് പല പല ജുഡീഷ്യൽ പ്രൊസീഡിങ്സിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് സുപ്രീം കോർട്ട്സ് വ്യൂ ഇൻ റിഗാർഡിംഗ് പ്രിയാമ്പിൾ? പ്രിയാമ്പിളിനെ എല്ലായ്പ്പോഴും കൺസിഡേർഡ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം ദ ബിഗിനിങ്. അങ്ങനെ ബിഗിനിങ് നിന്നൊന്നും കോൺസ്റ്റിറ്റ്യൂഷനെ കണ്ടിരുന്നില്ല. ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് അല്ലെന്നൊക്കെയാണ് പറഞ്ഞത്. ഇനിഷ്യലി എക്സ്ക്ലൂഡഡ് ബട്ട് ലേറ്റർ റെക്കഗ്നൈസ്ഡ് ആസ് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കറക്റ്റ്. ഇറ്റ് വാസ് ഇനിഷ്യലി സുപ്രീം ഓവർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ലേറ്റർ റെഡ്യൂസ് ഇൻ സ്റ്റാറ്റസ്. അങ്ങനെയില്ല. ഇറ്റ് ഹസ് നെവർ ബീൻ ഡിസ്കസ്ഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കേസസ്. ഡി എന്തായാലും പൊട്ടത്തെറ്റാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന സ്റ്റേറ്റസ് ഇനിഷ്യലി ഉണ്ടായിരുന്നില്ല, പിന്നീട് അതായത് ആദ്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ പിന്നീട് ഇറ്റ് വാസ് ഇൻക്ലൂഡഡ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റിയതാണ്. ഇനി അടുത്ത കുറേ PYQs, ഒരുപാട് PYQs, അത് മിനിമം ഒരു 25 PYQ എങ്കിലും ഈ ഒരു കാര്യം സോഷ്യലിസ്റ്റ് സെക്യുലർ ആംഗിളിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസ് അഡോപ്റ്റ് ചെയ്തപ്പോൾ ഇതുണ്ടായിരുന്നു. ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ ആഡ് ചെയ്തതാണ്. ലേറ്റർ അഡീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി എമർജൻസി കാലത്ത് ആഡ് ചെയ്തതാണ്. പ്രിൻസിപ്പിൾസ് ബോറോ ഡയറക്ട്ലി ഫ്രം ഫോറിൻ കോൺസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇതിനകത്ത് സെക്യുലറും സോഷ്യലിസ്റ്റും എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ സി എന്ന് പതുക്കെ പിന്നീട് അമെൻമെൻറ്റിൽ ചെയ്തെടുത്തതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലാക്കി തന്നെ കുറേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കുറച്ച് കേസുകളും കൂടെ നമുക്കൊന്ന് ചുമ്മാ റിവൈസ് ചെയ്ത് പോവാം. ഇപ്പോൾ ബെറുബറി കേസിൽ ആദ്യം പറഞ്ഞത് പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടല്ല. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്, ലീഗൽ വാല്യൂ ഒന്നുമില്ല. പക്ഷെ പിന്നീട് ഇത് വേണ്ടാന്ന് തീരുമാനിച്ചപ്പോൾ ബെറുബറി കേസിൽ ആദ്യമായിട്ട് ബെറുബറി കേസിൽ പാർട്ടല്ല. കുറച്ച് കഴിഞ്ഞ് കേശവാനന്ദ ഭാരതി കേസ് 1973. സോ ബെറുബറിയും കേശവാനന്ദ ഭാരതി കേസും തമ്മിൽ ഏകദേശം 13 വർഷത്തെ വ്യത്യാസമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ് പ്രിയാമ്പിൾ ഇസ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക് സ്ട്രക്ചർ. സോ പാർലമെന്റിന് അങ്ങനെ കോർ വാല്യൂ ഡെമോക്രസി, സെക്യുലറിസം, ജസ്റ്റിസ് ഒക്കെ തോന്നിയ പോലെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാനോ ഓൾട്ടർ ചെയ്യാനൊന്നും പറ്റില്ല. ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസാണ്. ഇനി അടുത്തൊരു കാര്യത്തിൽ നോക്കുമ്പോൾ റിവിഷൻ്റെ കുറച്ചുകൂടി ഒരു ആസ്പെക്റ്റിൽ ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ് നാരായൺ കേസിൽ പ്രിയാമ്പിൾ ഹെൽപ്സ് ഐഡൻറ്റിഫൈ ബേസിക് സ്ട്രക്ചർ. പ്രിയാമ്പിളിന് അത് വളരെ പെട്ടെന്ന് അങ്ങനെ അമെൻഡ് ചെയ്യേണ്ടതല്ല, പ്രിയാമ്പിളാണ് ബേസിക് സ്ട്രക്ചറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കും എന്ന് ഇന്ദിരാഗാന്ധി കേസിൽ പറഞ്ഞിട്ടുണ്ട്. രാജ് നാരായണിൽ മിനർവ മിൽസ് കേസിൽ 1980 പറഞ്ഞത് ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSPയും തമ്മിൽ നല്ല ഹാർമണി വേണം. പ്രിയാമ്പിൾ ഒരു ഗൈഡാണ്. സോ ബാലൻസ് വേണം എന്ന് പറയുന്നത്, ഇത് രണ്ടിൻ്റെയും ബാലൻസ് വേണം എന്ന് പറയുന്നതും ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന സംഭവമാണ്. സോ ഇത് മിനർവ മിൽസിലും കൂടെ ഡിസ്കസ് ചെയ്ത കേസാണ്. അത് ഒരു PYQയുടെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ LIC ഓഫ് ഇന്ത്യ കൺസ്യൂമർ എഡ്യൂക്കേഷനിലും പറയുന്നുണ്ട് പ്രിയാമ്പിൾ ഇസ് എ ടൂൾ ഫോർ ഇൻ്റർപ്രിട്ടേഷൻ. ഈ ഒരു ആസ്പെക്റ്റിൽ നിന്നും കുറേ PYQ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് സോൾവ് ചെയ്യാൻ പറ്റും. പ്രിയാമ്പിൾ പല ഇതിലും ഒരു ടൂളാണ്. കോടതിക്ക് ഒരു നിയമം അൺക്ലിയർ ആണെങ്കിൽ പ്രിയാമ്പിൾ വെച്ച് വേണമെങ്കിൽ അവർക്ക് ഇത് ക്ലിയർ ആക്കാം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളിൽ നിന്നും വേറെയും ഒരുപാട് PYQ സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒറിജിനൽ PYQs ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. റാൻഡം ആയിട്ടുള്ളത് ഇപ്പോൾ കണ്ടോ, പ്രിയാമ്പിളിൻ്റെ ദ പ്രിയാമ്പിൾ ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ വേർഡ് സെക്യുലർ ആൻഡ് സോഷ്യലിസ്റ്റ് ഹാവ് ബീൻ പാർട്ട് ഓഫ് ദ പ്രിയാമ്പിൾ സിൻസ് ഇസ് ഇൻസെപ്ഷൻ. അപ്പോൾ ഇത് തെറ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ സമയത്തെ സെക്യുലറും സോഷ്യലിസ്റ്റും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടു, അത് എമർജൻസി സമയത്ത് ആഡ് ചെയ്ത് മാറ്റിയതാണ്. അപ്പോൾ പ്രിയാമ്പിൾ ഇൻ്റഗ്രൽ പാർട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, പ്രിയാമ്പിൾ ഇൻ്റഗ്രൽ പാർട്ടാണ്, പക്ഷേ ഈ വാക്കുകൾ ഇമ്മീഡിയറ്റ്ലി ഉണ്ടായിരുന്നില്ല. അടുത്ത ചോദ്യം, ഇതും PYQ ആണ്. ഇതെല്ലാം PYQs ആണ്. The word secular comes before the word socialist. Secular comes, so word justice comes before the word equality.
ഫ്രാറ്റേണിറ്റി കംസ് ആഫ്റ്റർ ദ വേർഡ് ലിബർട്ടി. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളമൻലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. സോവറിൻ സോഷ്യലിസ്റ്റ് അപ്പോൾ ഇതിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത് വരുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഫ്രാറ്റേണിറ്റി കംസ് ഇതിനകത്ത് ആദ്യം കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് ഫസ്റ്റ് വൺ സെക്യുലർ കംസ് ബിഫോർ ദ വേർഡ് സോഷ്യലിസ്റ്റ്. സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നാണോ സെക്യുലർ സോഷ്യലിസ്റ്റ് ആണോ എന്നൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു. അത് തീർക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കേണ്ടത്. കോൺട്രിബ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളമൻലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി. ലെഫ് എന്നാണ് അതിൻ്റെ ഒരു ഓർഡർ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത്. ലെഫ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി. ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി ആണ്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ അവിടെ ബാക്കിൽ വരുന്ന സമയത്ത് കണ്ടോ, ഫസ്റ്റ് വൺ ഇത് തെറ്റാണ്. ജസ്റ്റിസ് ലെഫ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ലെഫ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി എന്നുള്ളതാണ്. സോ ദ വേർഡ് ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി എന്ന് പറയുമ്പോൾ ജസ്റ്റിസിന് മുന്നേ തന്നെയാണ്, ഇക്വാലിറ്റിക്ക് മുന്നേ തന്നെയാണ് ജസ്റ്റിസ് വരുന്നത്. ഫ്രാറ്റേണിറ്റിക്ക് മുന്നേ തന്നെയാണ് കംസ് ആഫ്റ്റർ ദ വേർഡ് ലിബർട്ടി. ലിബർട്ടിക്ക് ശേഷമാണ്. ലെഫ് എന്നാണ് ഓർത്ത് വെച്ചാൽ മതി. ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി. സോ ലെഫ് എന്നുള്ളത് ജസ്റ്റിസ് കഴിഞ്ഞാൽ ലെഫ് എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ വരെ PYQ ചോദിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, objective resolution was passed by Jawaharlal Nehru and passed by the Constituent Assembly, which ultimately became the preamble. So ഇത് കറക്റ്റാണ്. The idea of the preamble was borrowed from the Constitution of America. അമേരിക്കയിൽ നിന്നാണ് preamble വന്നത്. കറക്റ്റാണ്. Socialist secular were adopted by the 42nd amendment in 1976. കറക്റ്റാണ്. 1976 42ാമത്തെയാണ്, 44 അല്ല. പ്രത്യേകം ഓർത്ത് വയ്ക്കണം. 44 46 അല്ല. So preamble incorporates fundamental rights of the citizens of India. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഒബ്വിയസ്ലി 4 ഉള്ളതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് A 1 2 3 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കറക്റ്റായിട്ട് കിട്ടും. സോ ഇതിൽ അമേരിക്കയിൽ നിന്നും ബോറോ ചെയ്തു എന്ന വാക്ക് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. 1 2 3 ആണ്. ഫോർത്ത് വൺ തെറ്റാണ്. കാരണം 42nd കോൺസ്റ്റിറ്റ്യൂഷനിൽ വെച്ചിട്ടാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്ന വാക്കും കൂടെ ആഡ് ചെയ്തത്. ഇത് മനസ്സിലാക്കിയാലും കുറേ PYQ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ഭാഗമായിട്ട് വേറെയും PYQ ഉണ്ട്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ് ചെയ്തത് സർദാർ പട്ടേൽ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. തെറ്റാണ്. നെഹ്റു തന്നെയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. സോ പ്രിയാമ്പിൾ അല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡസ് നോട്ട് ഇൻകോർപ്പറേറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി എന്ന് പറയുന്നേ ഉള്ളൂ. ഇത് പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഇത് വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത അതേപോലെ തന്നെ പ്രിയാമ്പിൾ പോലെ തന്നെ വേറെയും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം. പ്രിയാമ്പിളിന്റെ തന്നെ The preamble of Indian Constitution indicates which of the following is ultimate source. പാർലമെന്റ് ആണോ, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണോ അൾട്ടിമേറ്റ് സോഴ്സ്, പീപ്പിൾ ആണോ, ജുഡീഷ്യറി ആണോ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ജനത തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് അൾട്ടിമേറ്റ് സോഴ്സ്, പീപ്പിൾ ഓഫ് ഇന്ത്യ തന്നെയാണ് ഇവിടുത്തെ അൾട്ടിമേറ്റ് സോഴ്സ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി അതേപോലെ തന്നെ വിച്ച് ഇസ് ദ ലീഗൽ സ്റ്റാറ്റസ് ഓഫ് പ്രിയാമ്പിൾ ഇൻ ടേംസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി. ഇതിന് എൻഫോഴ്സിബിലിറ്റി കോടതിയിൽ ഫുള്ളി എൻഫോഴ്സിബിൾ ആണ്. ഇറ്റ് ഈസ് നോൺ ജസ്റ്റീഷ്യബിൾ ആൻഡ് കനോട്ട് ബി എൻഫോഴ്സ്ഡ്. It is enforceable during constitutional crisis, binding only on executive and not on legislature. ഇങ്ങനെ കുറേ കോൺസെപ്റ്റ് എന്നാൽ ടഫാണോ? പ്രിയാമ്പിള് ഇറ്റ് ഈസ് നോൺ ജസ്റ്റീഷ്യബിൾ. കോടതിയിൽ ഡയറക്റ്റ്ലി ഇൻഡിപെൻഡൻ്റ്ലി നമുക്ക് പ്രിയാമ്പിൾ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വളരെ ഇത് ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇത് അടുത്തൊരു ചോദ്യം അതാണ്. ഐ തിങ്ക് യെസ് 1 second. ഇത് തന്നെയാണ് എൻ്റെ ചോദ്യം. അപ്പോൾ അത് ചോദ്യം ഞാൻ ഇതിൽ ആൻസർ ഓൾറെഡി ഉണ്ട്. പ്രിയാമ്പിൾ എന്താന്ന് വെച്ചാൽ കീ ടു ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ. എന്താന്ന് വെച്ചാൽ ഒരു ഫ്രെയിം വർക്കാണ്. ആംബിഗ്വസ് പ്രൊവിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. എന്തെങ്കിലും അൺക്ലിയർ അല്ലെങ്കിൽ പ്രിയാമ്പിളിന് അങ്ങനെ അത് വെച്ചിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. LICയുടെ കേസിൽ പറഞ്ഞിരുന്നു ഇതൊരു ടൂൾ ആണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് കുറച്ച് ബേസിക് ഒറിജിനൽ PYQs നോക്കിക്കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആർ കറക്റ്റ്. പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. Preamble by itself is not enforceable in a court of law. ശരിയാണ്, പ്രിയാമ്പിൾ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. Preamble states that objectives which the constitution seeks to establish and promote. Correct? Preamble indicates the source from which constitution derives its authority. 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. നമുക്ക് 3ഉം കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കും. സോ ആൻസർ ഇസ് A 1 2 3. 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റിഗാർഡ് ടു ദ പ്രിയാമ്പിൾ ഇസ് നോട്ട് കറക്റ്റ്. ശരിയല്ലാത്തത്. സെക്യുലർ വാസ് നോട്ട് ദെയർ ഇൻ ദ പ്രിയാമ്പിൾ ഒറിജിനലി. ഇത് ശരിയാണ്.
കറക്റ്റ് ആണ്. പ്രിയാമ്പിൾ കണ്ടെയ്ൻ ബേസിക് സ്ട്രക്ചർ, ശരിയാണ്. ബൈ ഇറ്റ് സെൽഫ് പ്രിയാമ്പിൾ ഇസ് നോട്ട് എൻഫോഴ്സ്, ശരിയാണ്, എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. സുപ്രീം കോർട്ട് ഹാസ് ഹെൽഡ് ദാറ്റ് പ്രിയാമ്പിൾ cannot be considered as an aid to legal interpretation. ഇത് തെറ്റല്ലേ? സുപ്രീം കോടതി തന്നെ പല വിധി പറഞ്ഞിട്ടില്ല, ഇന്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതാണ് ശരി ഉത്തരം. ഡി തെറ്റാണ്. ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി കേശവാനന്ദ ഭാരതി കേസിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രിയാമ്പിൾ സെർവ്സ് ആസ് ദ മൈൻഡ്സ് can be used to aid the interpretation when the language of an article is ambiguous or multiple meanings വന്നു കഴിഞ്ഞാൽ കേശവാനന്ദ ഭാരതി തന്നെ പറയുന്നുണ്ട് ബേസിക് സ്ട്രക്ചറിൽ വേണമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഇതിനകത്ത് ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. സോ അത് ഓർത്ത് വയ്ക്കുക. ആൻഡ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വെർ ആഡഡ് ടു ദ പ്രിയാമ്പിൾ. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ ഇതിൽ ഏതൊക്കെ ആഡ് ചെയ്തു എന്നുള്ളതാണ്. 1976 സോഷ്യലിസ്റ്റ് ആഡ് ചെയ്തു, സെക്യുലർ ആഡ് ചെയ്തു, ഇൻറ്റഗ്രിറ്റി ആഡ് ചെയ്തു, ഫ്രാറ്റർണിറ്റി ആഡ് ചെയ്തിട്ടില്ല. ഫ്രാറ്റർണിറ്റി അങ്ങനെ ആഡ് ചെയ്യാൻ മാത്രമല്ല, ഫ്രാറ്റർണിറ്റി ആദ്യമേ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിൾ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ആഡ് ചെയ്തതാണ്. സോ 1, 2, 3 ആണ്. ഫ്രാറ്റർണിറ്റി ആഡ് ചെയ്തിട്ടില്ല. ഫ്രാറ്റർണിറ്റി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ബിക്കോസ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അനുസരിച്ചിട്ട് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്ക് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത്. സോ അതവിടെ ഓൾറെഡി റെഡിയാണ്. ഇനി അടുത്തൊരു ചോദ്യം PYQ. Union can, in India, Union can legislate on subjects on state list during an emergency. So Union can legislate on subjects on the state list only during emergency. Only ആണ്. എമർജൻസി വരുന്ന സമയത്ത് മാത്രമേ യൂണിയന് സ്റ്റേറ്റ് ലിസ്റ്റിൽ ലെജിസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ വേർ ആഡഡ് ടു ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ 46th അമെൻമെന്റ്. ഇത് 42nd ആണ്, 46 അല്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അങ്ങനെ ഒറിജിനലി യൂണിയന് സ്റ്റേറ്റ് ലിസ്റ്റിൽ എമർജൻസിയുടെ സമയത്ത് മാത്രമേ ലെജിസ്ലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ രണ്ടും തെറ്റാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇത് PYQ ആണ് UPSCയുടെ. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ യൂണിയൻ പാർലമെന്റ് ക്യാൻ ലെജിസ്ലേറ്റ് ഓൺ സബ്ജക്ട് ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ് അണ്ടർ സർക്കംസ്റ്റാൻസസ്, വേരിയസ് സർക്കംസ്റ്റാൻസസ്. ഒന്ന്, രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ് ആർട്ടിക്കിൾ 249, എന്നാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ വേണമെങ്കിൽ ലെജിസ്ലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആർട്ടിക്കിൾ 252, 2 or more സ്റ്റേറ്റ്സ് റിക്വസ്റ്റ് ചെയ്യാണ്, രണ്ടോ റിക്വസ്റ്റ് ചെയ്യാണ്, പിന്നെ ഇംപ്ലിമെന്റ് ഇന്റർനാഷണൽ എഗ്രിമെന്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ. സോ ആർട്ടിക്കിൾ 249, 252, 253 വെച്ചിട്ട് വേണമെങ്കിൽ സെൻട്രലിന് യൂണിയന് സ്റ്റേറ്റ് ലിസ്റ്റ് ലെജിസ്ലേറ്റ് ചെയ്യാം. അത് എമർജൻസി ഇപ്പൊ ആർട്ടിക്കിൾ 250 അനുസരിച്ചിട്ട് പാർലമെന്റിന് ലെജിസ്ലേറ്റ് ചെയ്യാം സ്റ്റേറ്റ് ലിസ്റ്റിൽ എമർജൻസിയുടെ സമയത്ത്, അടിയന്തരാവസ്ഥ സമയത്ത്, എമർജൻസി സമയത്ത്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദി ഓൺലി കണ്ടീഷൻ. അത് മാത്രമല്ല, ഈ പറയുന്ന 249, 252, 253 ഇന്റർനാഷണൽ എഗ്രിമെന്റ് രണ്ടോ മൂന്നോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ രാജ്യസഭ റെസൊല്യൂഷൻ പാസ് ചെയ്താലെല്ലാം പാർലമെന്റിന് അല്ലെങ്കിൽ ലെജിസ്ലേറ്റ് ചെയ്യാം സ്റ്റേറ്റിന്റെ കാര്യത്തിൽ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി 46th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 42nd മനസ്സിലാക്കി. എന്താണ് 46 എന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അമെൻമെന്റും കൂടെ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ടാക്സേഷൻ ഓൺ ദ സെയിൽ ഓഫ് ഗുഡ്സ്. എന്താണ് ഒരു സെയില്? ഒരു സെയില് ടാക്സ് ചെയ്യാൻ, ഒരു സെയില് നടന്നു, ഒരു കച്ചവടം നടന്നു, ഇത് നമുക്ക് ടാക്സ് ചെയ്യാൻ പറ്റണം. പണ്ട് എന്താണെന്ന് വെച്ചാൽ 1982 മുന്നേ വരുന്നത് ക്ലിയർ അല്ല. ചില സർവീസ് ഒന്നും ടാക്സ് ചെയ്യാൻ പറ്റില്ല. മെനി ട്രാൻസാക്ഷൻ വെർ നോട്ട് കൺസിഡേർഡ് ആസ് സെയിൽ. അതെന്താണ്? അപ്പോൾ സ്റ്റേറ്റിന് ടാക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഹോട്ടലാണ്. ഹോട്ടലിൽ നിന്നുള്ള സംഭവങ്ങൾ അതൊരു സർവീസാണ്, അതൊരു സെയിൽ അല്ല എന്ന് പറഞ്ഞ് ഹോട്ടലിൽ നിന്നുള്ള ടാക്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെ. പക്ഷേ ഇവർ അമെൻമെന്റ് കൊണ്ടുവന്നു, ഇനി അത് സെയിലാണ്. അപ്പോൾ ചില കാര്യങ്ങൾ സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതാണ്, ദാറ്റ് ഈസ് ദ റീസൺ ഹിയർ. സോ 46 അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ ഈ സെയിൽ എന്ന് പറയുന്നതിൻ്റെ മീനിങ് എക്സ്പാൻഡ് ചെയ്തു. ആർട്ടിക്കിൾ 366. ഇപ്പോൾ വർക്ക് കോൺട്രാക്ട്സ്, ഹയർ പർച്ചേസ് എഗ്രിമെന്റ്, ലീസിംഗ് ഓഫ് ഗുഡ്സ്, ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ടു യൂസ് ഗുഡ്സ്, ഫുഡ് സപ്ലൈ, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്സ്. ഇത് ഓർത്ത് വയ്ക്കുക. വർക്ക് കോൺട്രാക്ട്, ഹയർ പർച്ചേസ്, ലീസിംഗ്, ട്രാൻസ്ഫർ ഓഫ് റൈറ്റ്സ്, ഇതിനകത്തെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റിലെല്ലാം നമുക്ക് 46th അമെൻമെന്റ് കാണാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിലെ സർവീസും ഇതൊക്കെ ഇനി സെയിലായിട്ട് കാണിക്കേണ്ടി വന്നു. അതാണ് 46th അമെൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഇനിയുമുണ്ട്. ഞാനിതൊരു പാർട്ട് 1 വീഡിയോ ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഇത്രയും ഏരിയ പഠിച്ചാൽ ഞാനിത് എല്ലാ PYQ കൂടെ പഠിപ്പിക്കാൻ നമുക്ക് UPSC IAS മാത്രമല്ല ഒത്തിരി PYQs ഉണ്ട്, NDA, CDS ഒക്കെ. പക്ഷേ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം വെച്ചാൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ലോജിക്കിലാണ് ഞാൻ ഇന്നത്തെ സെഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
നമുക്കിനി അടുത്ത പാർട്ട് 2 ഞാൻ ഇമ്മീഡിയറ്റ്ലി എടുക്കാം. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഡിസ്കസ് ചെയ്യാം. അതിൽ ബാക്കിയുള്ള കാര്യങ്ങളോട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു.